തൃശ്ശൂര് പുലികളുടെ ആവേശത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പുലികളിക്ക് ശേഷിക്കുന്നത്. നമ്മളുള്ളത് ഇപ്പോൾ സീതാറാം മിൽ ദേശത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്ന ഇടത്താണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവരുടെ നാളേക്കുള്ള പുലികളിയുടെ ചമയങ്ങളൊക്കെ പ്രദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഒരുപാട് വ്യത്യസ്തമാർന്ന പുലികളൊക്കെ നാളെ വേഷം ഇട്ടി ഇറങ്ങാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാമ്പിൾ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പല നിറത്തിലുള്ള പുലികളുടെ വസ്ത്രങ്ങൾ, അതിൻ്റെ ചെരുപ്പ് മുതൽ നഖങ്ങൾ, വാല് തുടങ്ങി നാളെ ഈ പുലികളിയുടെ ആവേശം അതെങ്ങനെ ആയിരിക്കും, എന്തെല്ലാം വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടാകും എന്നതിൻ്റെതൊക്കെ ഒരു ചെറിയ സാമ്പിൾ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മോടൊപ്പം സീതാറാം മിൽ ദേശക്കാർ ചേരുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായ മൂന്നാം വർഷം അല്ലേ, രണ്ടാം വരവിലെ മൂന്നാം വർഷമാണ്. അതെ, എന്തൊക്കെയാണ് സസ്പെൻസ് പറയാൻ പറ്റില്ല എന്നറിയാം, എന്നാലും എന്തൊക്കെയായിരിക്കും സസ്പെൻസ് ഒരിക്കലും നമ്മൾ പറയാറില്ല. കാരണം നാളെ അത് കാണുമ്പോൾ തന്നെ അറിയുള്ളൂ. നഗരത്തിൽ വരുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ സസ്പെൻസിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് അറിയാറുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. വനിതാ പുലികളടക്കമുള്ള എല്ലാ പ്രാതിനിധ്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഇതുപോലെ കഴിഞ്ഞ വർഷത്തേന് വിപരീതമായിട്ട് ഇത്തവണ ഒരു ടാബ്ലോ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടാബ്ലോ, ഒരു പുലിവണ്ടി അടക്കമുള്ള വാഹനങ്ങളും എല്ലാ കാര്യങ്ങളും 51 പുലികളുണ്ട്, പൂർണ്ണമായിട്ടുണ്ട്. ഇത്തവണ കൂടുതൽ ദേശക്കാർ ഇറങ്ങുന്നത് മത്സരത്തിന് ഒരു മാറ്റം കൂട്ടും അല്ലേ? അതെ, അത് കോർപ്പറേഷൻ നല്ലൊരു സഹായം നമുക്കുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ 9 ടീം ഇവിടെ ആയത്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, പിരിവൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട്. അതെ, ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എന്നാലും ഭംഗിയായിട്ട് നമ്മൾ നടത്തുന്നു. പഴയ ഒരു പ്രൗഢിയിലേക്ക് പോവുകയാണ്. അത് പോയിക്കൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ നമ്മുടെ ഈ ദേശത്തെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു കുടുംബം മാതിരിയാണ് ഞങ്ങൾ ഈ പുലിക്കളി നടത്തുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. സ്ത്രീകൾ അതിനൊക്കെ ഉദാഹരണമാണ് ഇവിടെ. സ്ത്രീകളൊക്കെ നമ്മുടെ കുടുംബം. അങ്ങനെ ഇവിടുത്തെ എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കാണ്. നമ്മൾ കൂടെ ഉണ്ടെങ്കിലും ഹാർഡ് വർക്കുള്ള കുറേ മെമ്പർമാർ കൂടി ഉണ്ട്. ഈ കഴിഞ്ഞ തവണ കപ്പിനും ചൂടിനിടയ്ക്കാണ് നമുക്ക് നഷ്ടമായത്. ഇത്തവണ ഒരു പരിഹരിക്കത്തോണം ഇത്തവണ തീർച്ചയായിട്ടും പരിഹരിക്കും. നമ്മൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും പുലിമടയിലും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. ഭവ്യ കൂടി ചേരുന്നുണ്ട്. ഭവ്യ ഇവിടെ എത്തി ഈ പുലികളിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ തോന്നുന്നത് ഇപ്പോൾ കണ്ടിട്ട്? പുലികളായ ഗഡിയോളെ കാണാൻ തയ്യാറാണ്. നാളെ എന്തായാലും അതിനുള്ള ഒരു ദിവസത്തെ ഒരു കാത്തിരിപ്പ്, ഒരു ദിവസം മുഴുവൻ ഇല്ല അല്ലേ അനുഭവം, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും ന്യൂസ് ഏരിയ എന്തായാലും ഫുൾ ഓണാണ്. നമ്മൾ എന്തായാലും പുലികളെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അരമണി കിലുക്കിൽ അവർ നൃത്തച്ചൂട് കാണാനുള്ള കാത്തിരിപ്പാണ്. പുലിമടയിലെ ഒരുക്കങ്ങൾ നമുക്ക് കാണിക്കേണ്ടതുണ്ട്. അതെ, നേരെ നമുക്ക് അങ്ങോട്ട് പോകണം അല്ലേ? അതെ, ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ആദ്യമായിട്ടാണ് അതിനുള്ള ഒരു ത്രില്ലിംഗ് ഒക്കെ ഉണ്ട് അനുഭവം. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് തിരിച്ചെത്താം. ഇപ്പോൾ സീതാറാം മിൽ ദേശത്തെ പ്രദർശനത്തിൻ്റെ നഗരിയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18.